ടച്ച് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതിയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിനും അതുപോലെ കണ്ണിനും നല്ല കുളിർമയുള്ളൊരു കാഴ്ചയായിരിക്കും ഈ വീഡിയോ എന്നുള്ളത് ഉറപ്പാണ്. ഞങ്ങൾ ഈ വർക്കിൻ്റെ ഇടയിൽ കഴിഞ്ഞ ആഴ്ച ചെറിയൊരു ട്രിപ്പ് പോയി. സ്പെയിനിലുള്ള ടെനറിഫ് എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക്. ടെനറിഫ് വൺ ഓഫ് ദ കനേറിയൻ ഐലൻഡ്സ് ഇൻ ദ സ്പെയിൻ ആണ്. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തരിശായിട്ടുള്ള ഒരു മരുഭൂമി അല്ലേ, ഒരു പച്ചപ്പ് പോലുമില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ സങ്കടം തോന്നും. അതുപോലെ വെറും പാറക്കെട്ടുകളും കല്ലുകളും ആയിട്ടുള്ള ഒരു മരുഭൂമി. ഇതേ ഐലൻഡിൽ തന്നെ ഒരുപാട് നല്ല അടിപൊളി ബീച്ചസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാണുന്നില്ലേ എന്ത് മനോഹരമായൊരു ബീച്ചാണെന്ന് നോക്കിയേ. ഇതേ ഐലൻഡിൽ തന്നെ കുറച്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള പ്ലാന്റേഷൻ. നമ്മളെ നാട്ടിൽ കാണുന്ന കദളിപ്പഴത്തിൻ്റെയോ അതുപോലെ ബനാനയുടെ പ്ലാന്റേഷനാണ് കേട്ടോ അത്. അതുപോലെ നല്ല അടിപൊളി പച്ചപ്പുണ്ട്. ഇങ്ങനെ ബീച്ചായാലും മരുഭൂമി ആയാലും മലകളായാലും അതുപോലെ നല്ല പച്ചക്കറി തോട്ടങ്ങളായാലും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരുവിധം 5 മില്യണോളം ആൾക്കാർ എല്ലാ വർഷവും വിസിറ്റ് ചെയ്യുന്ന ഒരു ഐലൻഡാണിത്, ടെനറിഫ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ വായിച്ചതായാലും എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ 2 മഹതികൾ എന്നെ കുത്തിയിരുത്തി പഠിപ്പിച്ചതായിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞങ്ങൾ ആംസ്റ്റർഡാമിൽ നിന്നാണ് പോകുന്നത്. ആംസ്റ്റർഡാമിൽ നിന്ന് ഏകദേശം ഒരു 4-4.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ മാത്രമേ ടെനറിഫിൽ എത്തുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. പിന്നെ അവിടെ എത്തിയിട്ടും നല്ല നല്ല വിശേഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. Eigendom bij ons aan boord achterlaat. Roken is op de luchthaven niet toegestaan. Mobiele telefoon mag ingeschakeld. ഓക്കെ, ഭാഗ്യത്തിന് വെതറൊക്കെ നല്ല അടിപൊളിയായതുകൊണ്ട് ലാൻഡിങ് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭൂമിയിലിറങ്ങി. ഇപ്പോൾ ഞങ്ങളോട് മൊബൈലൊക്കെ ഓണാക്കാൻ പറഞ്ഞു. സാധാരണ പോലെ എങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഒരു 3 ദിവസമാണ് സ്റ്റേ. ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ അവിടെ പോയതിന് ശേഷം നല്ല പ്ലാൻസൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു 3 ദിവസം അടിപൊളിയായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. Hello, how are you? Do you live here? ¿Cómo está? ¿Vives aquí? Okay. ഇതെന്താ സംഭവം എന്നറിയാവോ? അവിടെയുള്ളവർക്ക് പലർക്കും ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. ഇപ്പോൾ ലോക്കൽ ക്യാബ് ഡ്രൈവേഴ്സ്, ഊബേഴ്സിനൊക്കെ ഊബർ ഡ്രൈവേഴ്സിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ. പക്ഷെ അവരൊക്കെ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പാനിഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവർക്ക് വായിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ മലയാളികളാണല്ലോ, എവിടെ പോയി കഴിഞ്ഞാലും ചോദിച്ച് പോവുക. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വൈകുന്നേരം. യാത്രയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ കുറച്ച് ബീച്ചസ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ആദ്യത്തെ ബീച്ച് ഞങ്ങൾ പോയത് ലോസ് ആബ്രിഗോസ്. അത് ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഒരുപാട് ബീച്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കണ്ടില്ലേ സബ്മറൈൻ സഫാരീസ്, വെള്ളത്തിനടിയിലുള്ള തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ വാട്ടർ സ്പോർട്സും ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ നല്ല വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നാട്ടിലെ കാര്യമല്ല, ഞങ്ങൾ നെതർലാൻഡ്സിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ നെതർലാൻഡ്സിൽ 6 മാസം മാത്രമേ ഞങ്ങൾക്ക് സൂര്യനെ എപ്പോഴെങ്കിലും കണ്ടാൽ ഒരാഴ്ച അല്ലെ 2 ആഴ്ച നല്ല സമ്മർ അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ എപ്പോഴും 35 to 40 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. എന്നാലും ഞങ്ങൾ നട്ടുച്ചയ്ക്ക് അവിടെ ബീച്ചിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ കാല് നനയ്ക്കാനുള്ള കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി.
അതുപോലെ വേറെ ഒരു ബീച്ചും കൂടി ഉണ്ട്, ലാ കലാട്ട. അപ്പോൾ അവിടെയും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ നാളത്തെ ദിവസമാണ് നമ്മൾ ശരിക്കും വോൾക്കെയ്നോസ്, അഗ്നിപർവ്വതം ഉണ്ടായിട്ടുള്ള മൗണ്ടെയിൻ പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കാം. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്പാനിഷ് ബിരിയാണി, സ്പെയിനിൽ പോയതുകൊണ്ട് അവിടുത്തെ ഒരു ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അവിടെ സീ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നിട്ടൊരു ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചോറുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ മലയാളികളല്ലേ, എന്ത് ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല. അതിൽ കുറച്ച് ചോറുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അതിൽ ചോറുള്ളത് കൊണ്ട് തന്നെ നമ്മളതെല്ലാം കഴിച്ചു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ലൈവായിട്ട് പാട്ട് കച്ചേരി റോഡ് സൈഡിൽ. ഞങ്ങൾക്കിതൊക്കെ ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. കാരണം നെതർലാൻഡ്സിലെല്ലാം ക്ലോസ്ഡാണ് എല്ലാ സംഭവങ്ങളും. നമ്മളെ മുട്ടായി തെരുവ്, നമ്മുടെ നാട്ടിലെ പാളയം മാർക്കറ്റ് അങ്ങനെയൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷേ സ്പെയിനിലെ കനേറിയൻ ഐലൻഡ്സിലെ കാലാവസ്ഥ ഇതിന് അനുയോജ്യമായിരുന്നു. ബിക്കോസ് അതൊരു വാം കൺട്രി അല്ലേ, എപ്പോഴും നല്ല വെയിലാണ്. അപ്പോൾ അവിടെ അത് അടച്ചിടേണ്ടതോ തണുപ്പ് രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ഹിസ്റ്ററിയും കൂടെ പറയാം കേട്ടോ. സ്പെയിന് 14-ാം നൂറ്റാണ്ടിലാണ് ഈ അറ്റ്ലാന്റിക് ഓഷനിലുള്ള ടെനറിഫ് എന്ന കനേറിയൻ ഐലൻഡിനെ പിടിച്ചടക്കിയത്, കോൺകർ ചെയ്തത്. അതിനു മുമ്പേ ടെനറിഫ് എന്ന് പറയുന്ന ഐലൻഡിന് അതിൻ്റേതായിട്ടുള്ള ഒരു കൾച്ചറും ഒരു ഡൈവേഴ്സിറ്റിയും അതിൻ്റെ ഒരു ലാംഗ്വേജും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫ്രൈഡേ നൈറ്റ് അവരുടെ ഒരു സെലിബ്രേഷൻ നൈറ്റായിരുന്നു, ഒരു മൂവി നൈറ്റ്. അന്ന് ഇവിടെ ഒരുപാട് പാം മരങ്ങളും വൈൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൈനൊക്കെ കുടിച്ച് അവരാഘോഷിച്ച്. അപ്പോൾ ഫ്രൈഡേ അവർക്ക് എപ്പോഴും ദ ഹോൾ നൈറ്റ് അവർ എൻജോയ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രൈഡേ ആയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഇതേ സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ ഒന്നും ഒരു മാർക്കറ്റും ഒരു ലൈറ്റും ഒന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ട്രഡീഷൻ ഇപ്പോഴും അവർ കൊണ്ടുപോകുന്നു എന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ഫ്രൈഡേ ആണ് ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫിന് ഏറ്റവും പറ്റിയത്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും പിന്നെ അതുപോലെ ഷോപ്പിംഗ് മോളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് മുടി ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മളും അവിടെ കുറച്ച് ബീച്ചിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചു. അതുപോലെ വഴിയിലിരുന്നിട്ട് ആളുകളുടെ പടം വരച്ചു കൊടുക്കുന്നത് വേറൊരു സംഭവം. അങ്ങനെ എന്തുകൊണ്ടും വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു നൈറ്റ് ലൈഫാണ് സ്പാനിഷ് ജനത കൊണ്ടാടുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി സ്പെയിനിൽ ഞങ്ങൾ നാളെ, അതായത് അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മെയിനായിട്ട് കാണാൻ പോകുന്ന ഒരു കാര്യമായിരുന്നു. അതായത് വോൾക്കെയ്നോ എങ്ങനെയാണ് ഇറപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അഗ്നിപർവ്വതം ഉണ്ടായത്, അതെവിടെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.